ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പാലുകാച്ചിന് പോവാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പാലുകാച്ചിനാണ് പോകുന്നത്. ഇപ്പം ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചിരുന്നതാണ്, എനിക്കിടാൻ പറ്റിയില്ല, എൻ്റെ ഫോണ് കേടായിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ ഈ ഫോണിനകത്തോട്ട് ആക്കിയിട്ട് പിന്നെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഇതുവരെ ഇടാഞ്ഞത്. അപ്പോൾ അന്നിങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ എല്ലാവരും പറഞ്ഞു ഉടനെ വ്ളോഗ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല, സോറി. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയിട്ടോ, എനിക്കൊരു ഷോൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി ഞാൻ ഷോളൊക്കെ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ശരിക്കും ഷോൾ അങ്ങനെ ഇടാറേയില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ആ സമയം തൊട്ട് ഞാൻ ഇടാന്ന് വെച്ചാൽ കുഞ്ഞിനെ പിടിക്കും, ഷോൾ പിടിക്കും, എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഷോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ടവല് നമ്മൾ എപ്പോഴും കൊണ്ടുപോകുമായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ആ ഒരു ശീലം ആയതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഷോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. പണ്ട് പക്ഷേ എപ്പോഴും ഷോൾ എവിടെ പോയാലും ഷോൾ ഇടാണ്ട് പോകില്ല, അങ്ങനെയൊക്കെയുള്ളൊരിതായിരുന്നു. പിന്നെ അങ്ങനെ ശീലമായതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കടയിൽ വന്നിരിക്കുകയാണ്, നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളെപ്പോൾ ഇതുപോലെ പാലുകാച്ചിനൊക്കെ പോവുകയാണെങ്കിൽ എപ്പോൾ പോയാലും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറ്. അപ്പോൾ ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. കൂടുതലും ക്യാഷ് കൊടുക്കുന്നതിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇച്ചിരി പൈസയൊക്കെ കൂടിയാലും കുഴപ്പമില്ല, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കൂടുതലും കൊടുക്കാറ്. അപ്പം കപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ചായ കുടിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം, അപ്പം അങ്ങനെയൊക്കെയുള്ള ഉപകാരം ഉണ്ടാവും. പിന്നെ വേണ്ട ഇവർ പിന്നെ എവിടെ പോയാലും ആവശ്യമില്ലാത്ത സാധനങ്ങളെ എടുക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ എത്ര ആവശ്യമുള്ള സാധനം എടുക്കുന്നോ അത്രയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവരെടുക്കും. അപ്പോൾ ഇപ്രാവശ്യം പേനയുടെ മുമ്പിലാണ് നിൽക്കുന്നത് രണ്ടുപേരും കൂടി, അത് വേണം ഇത് വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. സ്കൂളിലൊക്കെ പോകാനൊക്കെ ഒരുപാട് പേനയും പെൻസിലൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു വേണ്ട, ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല, പെട്ടെന്ന് ഇളക്കി പോകുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്, പക്ഷേ അതൊന്നും കൊള്ളില്ല, അതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല. അതിൻ്റെ ഒരു ബഹളം ഉണ്ടായിരുന്നു. പിന്നെ 1-2 മുട്ടായി എന്തൊക്കെയോ ഐസ്ക്രീമോ അങ്ങനെ എന്തൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ വേണ്ട പാലുകാച്ചി വീട്ടിൽ വന്നു. ഇവിടുന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ, ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് വേണ്ട ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിലൊക്കെ കയറി എല്ലാം കണ്ടു, വീടൊക്കെ കണ്ടു. നല്ല വീടാണ് കേട്ടോ, അടിപൊളി വീടായിരുന്നു. പിന്നെ ഇവർ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴും ഇവരെ കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മുറിക്കകത്ത് കുറേ പിള്ളേരിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇവരിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് നിന്നു, അങ്ങോട്ടൊന്നും പോവാണ്ട് അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. പിന്നെ ആയപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറേ മൈലാഞ്ചിയൊക്കെ ആയിട്ട് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഏട്ടൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിൻ്റെ പാലുകാച്ചാണ് കേട്ടോ ഒന്ന്. മറ്റേത് അവരുടെ കൂടെ തന്നെ ഉള്ളതായിരുന്നു. പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അമ്മച്ചിയല്ലേ ഇട്ട് തരുന്നത് നിനക്ക്? അമ്മച്ചിയല്ലേ ഇട്ട് തരുന്നത്? മതിയോ, ഇനി എന്ത് വേണം? ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ക്ലാസ്സിലെ വന്നില്ല ഇതുവരെ പ്രയർ കഴിഞ്ഞിട്ട്. ഇവിടെ നേരത്തെ പ്രയർ നേരത്തെ പോയില്ലായിരുന്നു. ഇല്ലടാ, ആ ടൈമിലൊക്കെ ടൈമില്ലായിരുന്നു. ഈ മൊബൈലും ഈ ഉടുപ്പും കൂടെ കബോർഡിൽ കൊണ്ടുപോയി ഏതെങ്കിലും കബോർഡിൽ നിനക്ക് അറിയാവുന്നത് കൊണ്ടുപോയി, എനിക്ക് തന്നെ പിന്നെ തിരക്കി എടുക്കുന്നത്. ഉണങ്ങട്ടെ, ഈ മതിയല്ലോ. പറ്റിക്കല്ലേ
നമ്മളങ്ങനെ പാലേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വഴിയിൽ വന്നിട്ട് വൈശിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കയറിയിട്ട് സ്വീറ്റ് നെയും ലൈം ജ്യൂസോ അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ബിരിയാണി കഴിക്കാൻ സമയമായപ്പം ഐസ്ക്രീം എങ്ങനെയോ കണ്ടു. അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അപ്പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചില്ല. എല്ലാവരും നിർബന്ധിച്ചു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അവൾ കേട്ടതേ ഇല്ല. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ വിശപ്പില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിശപ്പായി പുള്ളിക്കാരിക്ക്. അങ്ങനെ നമ്മളൊരു കടയിൽ വന്നിട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങളാരും കഴിച്ചില്ല കേട്ടോ, അവർ മാത്രമേ കഴിച്ചോളൂ. പിന്നെ വേണ്ട ഞങ്ങൾ ചുമ്മാതെ വെറുതെ ഇങ്ങനെ ശാസ്താംകോട്ടയിലോട്ട് ഇങ്ങനെ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. കായലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് വേണ്ട ഇതുപോലെ പാർക്കുണ്ടെന്നും പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവിടെ കയറി. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെയുള്ള ജിമ്മിൽ ചെയ്യത്തില്ല, അതുകൊണ്ടൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കയറി വെറുതെ ഇങ്ങനെ കുറച്ച് നേരം അതിനകത്തൊക്കെ ഇങ്ങനെ കളിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ ഡെയിലി. അപ്പോൾ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇങ്ങനെ ചെയ്തു വെറുതെ. പക്ഷെ എനിക്ക് നല്ല പാടായിരുന്നു കേട്ടോ അതിനകത്തൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ശീലം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഞാൻ സാധനം കംപ്ലീറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കയറിയപ്പോഴും ഒക്കെ അങ്ങോട്ട് അനങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടും ഇല്ലല്ലോ. പിന്നെ മഴയൊക്കെ പെയ്ത് നനഞ്ഞ് തുരുമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ആ സ്ക്രൂ ഒക്കെ ഇടുന്നിടത്തൊക്കെ നല്ല തുരുമ്പൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും കാണും. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഊഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറിയിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് പിള്ളേരുടെ കൂടെ. അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു പ്രായത്തിലോട്ട് തന്നെ നമ്മളും ഇറങ്ങിച്ചെല്ലും. അവർക്കും ആ ഒരു ഫീല് തോന്നും, നമ്മുടെ അമ്മ നമ്മുടെ കൂടെ കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് തോന്നും കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ കളിക്കുന്നത്. അതിപ്പം വീട്ടിലാണെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിലും. അപ്പോൾ അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു സാധനം കാണുമ്പോൾ അടിപൊളി സാധനം കൊള്ളാം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരെ പോലെ തന്നെ നമ്മളും ആവും. പിന്നെ കായലിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പ് കയറി അപ്പുറത്ത് ചെല്ലുന്ന റോഡാണ് കേട്ടോ. റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ശാസ്താംകോട്ട അമ്പലം. അപ്പോൾ അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്നില്ല. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എൻ്റെ കൂടെ വന്ന 2-3 പേരെ കാണുന്നില്ല കേട്ടോ. അവരെവിടെയോ പോയി. എവിടെ പോയതാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ കേട്ടോ. മേഘങ്ങളൊക്കെ കണ്ടോ, അടിപൊളിയാണ് ഗായ്സ്. തിരയടിക്കുന്നത് പോലെ സൗണ്ട് കണ്ടോ, തിരയടിക്കുന്നുണ്ടോ? ദിസ് ഈസ് കടൽ. ഇതാണ് ശാസ്താംകോട്ട കടൽ. അതുപോലെ അവിടെ നിന്ന് പുകയൊക്കെ പോകുന്നു. ദൈവമേ, പിള്ളേരെ കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? പിള്ളേരെ ഒരു അച്ഛനെയും കാണുന്നില്ല. ദൈവമേ, ഞാൻ ഒറ്റയ്ക്ക് കാട്ടിനകത്തോടെ എനിക്ക് പേടിയാവുന്നു. കണ്ടല്ലേ? അയ്യോ, അവരങ്ങ് പോയെന്ന് തോന്നിയിട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. ഇവരിത് എവിടെ പോയി? മല കയറി മേളിലോട്ടാണോ പോയോ? ഇവിടെമാർക്ക് മല കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മല കയറി മേളിൽ കാണാൻ പോയി കാണും. ഞാനിപ്പോൾ കൊണ്ട് വീഴും. എന്തിയടെ അവര്? ഇതിൻ്റെ ഒരു അവസാനമില്ലയോ? ഇവിടെ എങ്ങും കാണുന്നില്ല ഒരു പൊടി പോലും. എവിടെ പോയോ എന്തോ. നോക്കാം. അവരെ ഇവിടെ എങ്ങും കാണുന്നില്ല. എൻ്റെ ദൈവമേ, ഇവരെവിടെ പോയി? ഇവരെങ്ങോട്ടാണ് പോയത്? വഴി ഇവിടെ തീരുവാണല്ലോ. ഇവിടെ ആരെയും കാണുന്നില്ല. ഇച്ചിരി പോയി നോക്കാം.
നിങ്ങൾ എന്തൊരു പണിയാടാ കാണിച്ചേ? ഞാൻ പേടിച്ചു പോയി കേട്ടാ. നിങ്ങളെ കാണുന്നില്ല. ഞാൻ നോക്കി വന്ന് ഇതിന്റെ അവസാനം വരെ വന്നില്ലയോ, കാണുന്നില്ല. ഞാൻ പേടിച്ചു. ഞാൻ വെച്ച് നിങ്ങളിനി മല കയറി വെള്ളോട്ടാണ് പോയി കാണുമെന്ന്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. വാ, അടിപൊളിയില്ലയോ ഏട്ടാ? സൂപ്പർ. വാവ്. ഇവിടെ കുറെ പിള്ളേരൊക്കെ നീന്തുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് നീന്താം. ഇനിയും ഉണ്ട് അങ്ങോട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒത്തിരിയും ദൂരമായി വന്നിട്ട്, ഒത്തിരിയും ദൂരം കൊണ്ട് വരിക. ഇനി അങ്ങോട്ട് ഏതാണ്ടൊക്കെ ഉണ്ട്. മേളിലോട്ടൊക്കെ കയറാൻ തോന്നുന്നു. എന്തുവാ പിടിച്ചോണ്ടൊക്കെ പോവാ? എവിടെ പോവാ? ഇനി ഇത് ഇത്രയും തിരിച്ച് നടക്കണം കേട്ടോ. ഇത്രേ ഉള്ളു. ബാ, ഇനി ചെളിയാ. ഓ, വല്ല ഉണ്ടോന്ന് തോന്നുന്നു അവിടെ കാണാം. അതാ നമ്മളങ്ങനെ കാട്ടിക്കൂടി അതിസാഹസികമായ ഒരു യാത്ര നടത്താൻ പോവാണ് ഇല്ലേട്ടോ. എങ്ങോട്ടൊക്കെയാ? അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് പോണോ? ദൈവമേ, ഇവിടെ എന്തൊക്കെയോ ഉറുമ്പ്. അയ്യോ എൻ്റെ കാല്, അയ്യോ എൻ്റെ കാല്, എൻ്റെ കാല് അവിടെ നില്ല. എൻ്റെ കാലിൽ ഒരു മുള്ളു കുരുങ്ങി. അയ്യോ എൻ്റെ ചെരുപ്പിനകത്ത് അടിച്ചു കയറി, ചെരുപ്പിനകത്ത് അടിച്ചു കയറി മുള്ളു. എൻ്റെ കാലിപ്പോൾ ഇവിടെ സ്റ്റക്കായിരുന്നേനെ കേട്ടോ. പോ. അയ്യോ എൻ്റെ കാലിപ്പോൾ പോയേനെ. വേണ്ട. കുത്തിയോ? മുള്ളോ? കുത്തിയാട്ടോ കുഞ്ഞിനെ? ആ പോന്ന. ഇനി നമുക്ക് കാട്ടിക്കൂടെ പോ. കാടൊന്നുമില്ല കൈസ്, ഇവളമാരെ പറ്റിക്കാൻ വേണ്ടി. ഇവളമാർക്ക് അങ്ങോട്ട് പോകണമെന്ന്. നമ്മളെന്തായാലും അതുവഴിയല്ലേ അങ്ങോട്ട് പോയപ്പോൾ ഈ കാട്ടിനകത്തൂടെ പോകും തിരിച്ച്. ഒരു വെറൈറ്റി സ്ഥലമാണ് കേട്ടോ. കുഞ്ഞുകരീനെ കാണാൻ പോവാം നമ്മൾ. കരടിയോ? നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ കൂടെ പോവാ ഇല്ലേ വാവേ? ഇഷ്ടമാണോ ഇങ്ങനെ പോന്നേ? എൻ്റെ പൊന്നു, ഇതെന്തോ വള്ളിയോ, ഇത്ര നീളമുള്ള വള്ളിയോന്ന് നമ്മൾ ചോദിച്ചു കേട്ടാ ഇത് കണ്ടിട്ട്. ഈ വള്ളി കണ്ടിട്ട് വൈശിക ചോദിക്കുമോ എൻ്റെ പൊന്നു ഇതെന്തോ വള്ളിയോ? മുള്ളുണ്ടോ? പൊടി. എൻ്റെ കാല് മുള്ളു കയറിയോന്നൊരു ഡൗട്ടുണ്ട്. പിള്ളേർ കിടന്ന് നീന്തുന്ന കണ്ടോ? ഇവിടെ ഒന്നുമില്ലേ? അച്ഛ ഇറക്കട്ടെ. ഉടുപ്പ് നനയും. ടവളിലപ്പോ ചാടുവേ.
മതി മതി. വൈശു എവിടെ ഇരിക്കും വൈശു? ഞാനിവിടെ നിന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഇവരങ്ങ് പോയി കേട്ടോ എന്നെ കളഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവരുടെ പുറകെ പോയി നോക്കി എല്ലാം കണ്ട് ഞങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ മുകളിലോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ഇതുവഴി അങ്ങനെ അധികം കയറിയിട്ടില്ല. അപ്പോൾ ഇതുവഴി പോയപ്പോൾ മുട്ടനൊരു അട്ടയെ കണ്ടു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അട്ടയെ നോക്കാനുള്ള പേടി കൊണ്ട് ഞങ്ങൾ ഓടി ഇങ്ങ് പോരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.